അല്ല നമ്മൾ വിളിക്കാൻ പോയിട്ടേ അമ്മ നമ്മുടെ കൂടെ വരുവോ? അതോ നീ അന്നത്തെ പോലെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കുവോ? അന്നിപ്പോ അമ്മേന്റെ മനസ്സിൽ എന്തായാലും നമുക്കറിയില്ലല്ലോ. എന്തേലും കാരണം കാണുമായിരിക്കും. ഇനി എത്രയെന്ന് വെച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. നമുക്ക് വിളിച്ചു നോക്കാം. അമ്മ എന്തായാലും വരുമായിരിക്കും. അല്ലെങ്കിൽ അമ്മ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടേ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഇല്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടെ നിന്നൂടെ? നീ പറയുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ഇന്നലെ അമ്മേനെ ഫോൺ ചെയ്തപ്പോഴേ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു ഇഷ്ടത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. പിന്നെ അന്ന് എന്തോ ഒരു ആവേശത്തിന് പറഞ്ഞു ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നോളാം, കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ ഇപ്പോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ കഷ്ടപ്പാടൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്തായാലും നമ്മുടെ കൂടെ വന്ന് നിൽക്കും. ഹലോ, ആ അമ്മ, പിന്നെ ഞാൻ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ആണോ? ഭക്ഷണം കഴിച്ചോ? ആ, എന്നാലേ അമ്മയ്ക്ക് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്. നമുക്ക് ഇങ്ങോട്ട് ഒന്നിച്ച് വരാം. പിന്നെ അത് മതിയാവും. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. ഓ, ആ ശരി എന്നാ. ഓക്കെ. ആ, ഒരു 5-6 മണിക്കൂർ അതിനുള്ളെത്തും. ആ ശരി എന്നാ. അമ്മ ഇതാ ചായ. കട്ടൻ ചായ അല്ലേ എടുത്ത്? പാലൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ? ഇല്ലമ്മ, പാൽ ഒഴിച്ചിട്ടില്ല, കട്ടനാ. ഓ, എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ. പിന്നെ അവൻ വന്ന് അത്രയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വന്നതാ. ഞാൻ പറഞ്ഞു ഇനി ഇതൊക്കെ പോട്ടെ, ഇനി അടുത്ത ഓണോ വിഷുവോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാണ്ട് വരാൻ വേണ്ടി പറഞ്ഞതാന്ന് വിചാരിച്ചു. ഇതിപ്പോ എനിക്കിപ്പോ വന്ന് കുടുങ്ങിപ്പോയൊരവസ്ഥയായി. അയ്യോ, അതെന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമായിരുന്നു. അമ്മയോട് ഒറ്റയ്ക്കല്ലേ. പിന്നെ ഞങ്ങളന്ന് വീട്ടിൽ വന്ന സമയത്തെ അമ്മ മോനെയും കൂട്ടിയിട്ട് റോട്ടിലും പറമ്പിലും ഒക്കെ നടന്നില്ലേ. അതിനുശേഷം അവൻ എന്നും പറയും അച്ഛമ്മ ഇവിടെ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു, അവനെയും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മ ഇവിടെ ഉള്ളത്. മക്കൾക്ക് ഉണ്ടാകും. നമ്മള് പ്രസവിച്ച് വളർത്തിയതല്ലേ, അവരുടെ അടുത്ത് നമ്മളോട് സ്നേഹം ഉണ്ടാകും, അവരെ മനസ്സ് ശുദ്ധമായിരിക്കും. പക്ഷെ കൂടെ നിൽക്കുന്നവർക്ക് അതിന് പിടിച്ചോളന്നില്ലല്ലോ. നമുക്കറിയോ എന്തൊക്കെയാണ് ഓരോരുത്തർ ചിന്തിച്ചു കൂട്ടാന്ന്. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? അതിനിവിടെ എല്ലാവർക്കും ഇഷ്ടമേ അമ്മ വരുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരും ഇല്ല. ഓ, അതെനിക്കറിയാ. അതുകൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്. പിന്നെ എന്റെ തുണികളൊക്കെ ആ സോഫയിൽ തന്നെ വെച്ചിരിക്കുക. ഞാൻ ഏത് റൂമിലാണ് കിടക്കേണ്ടത്? അങ്ങോട്ടേക്ക് മാറ്റണം. അമ്മേന്റെ തുണിയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ ചായ കുടിക്കും, ഞാനിവിടെ കരച്ചിലൊന്ന് മാറ്റി തരാം. എങ്ങനെയാണാവോ അവൻ കുടിക്കുന്നത്? നമ്മള് വീട് എടുക്കുമ്പോ തന്നെ വിചാരിച്ചതാ ഈ റൂം അമ്മയ്ക്ക് റെഡിയാക്കണമെന്ന്. ജോവിക്കുട്ട, അതെ, ഇത് അച്ചമ്മയ്ക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. മൂത്രമൊന്നും അഴിച്ചിട്ട് നാശാക്കരുത് കേട്ടോ. ഇങ്ങോട്ട് വന്നേ, വാ. ഓ, അവള് കളിച്ചോട്ടെ. മൂത്രം ഒഴിച്ചാലും ഇപ്പൊ എന്താ? പാവ കളിച്ചോ. അച്ഛമ്മ 1-2 ദിവസം നിൽക്കും പോവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാ? അമ്മ നിക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഇപ്പൊ പോവാനോ? അവിടെ പോയി ഒറ്റയ്ക്ക് നിക്കാനാ? ഒറ്റയ്ക്ക് നിക്കണമെന്നൊന്നും എനിക്കില്ല. അങ്ങനെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നീ വിളിച്ചത് ഓടി വരുമോ? നിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ച. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോ. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പമുള്ളത്? എന്ത് സാഹചര്യങ്ങൾ അമ്മ പറയുന്നത്? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം ഇവിടെ പ്രശ്നങ്ങളുണ്ടാ? അതൊന്നും അല്ല, എനിക്കിപ്പോ ഇവിടുത്തെ കാലാവസ്ഥയും പറ്റുന്നില്ല. നീ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് മാറ്റും. എനിക്ക് ഇതിന്റെ തന്നെ ചുട്ട് പൊള്ളുന്നു. ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. കാലാവസ്ഥ. അമ്മയ്ക്ക് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കാരണങ്ങൾ കാണുമല്ലോ ഇവിടെ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞെന്താ? മോന് ഭാര്യയായിട്ട് ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടം, അമ്മേനെ കൊണ്ടുപോകില്ല അങ്ങോട്ട്. ആ ചീത്തപ്പേര് എനിക്കും. ആൾക്കാർ എന്തോ പറയട്ടെ, ഇപ്രാവശ്യം ഞാൻ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇവിടുത്തെ കാലാവസ്ഥയാണ് പ്രശ്നമെങ്കിലും ചൂടെല്ലാം കൂടുകയാണെങ്കിൽ ഒരു AC ഇവിടെ ഫിറ്റ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഇവിടെ തന്നെ നിൽക്കുക ഞങ്ങൾ. അത് നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ എവിടെ നിൽക്കണമെന്ന്? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇവിടെ തുള്ളി കളിക്കാൻ നിൽക്കുക? ഞാനേ ആരുടെ അടിമയൊന്നും അല്ല. എനിക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. നീയല്ലേ കുറെ എണ്ണത്തിന്റെ അടിമ. വേണേ എന്നെ 2 ദിവസം ഇവിടെ നിർത്തും, പിന്നെ എല്ലാത്തിനെയും പേടിച്ചിട്ട് പിന്നെയും കൊണ്ടുവിട്ടു.
വെറുതെ മനുഷ്യന്റെ മനസ്സിൽ മുഴുവൻ ആഗ്രഹങ്ങൾ തന്നിട്ട് ഇവിടെ നിക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ. അങ്ങനെ എനിക്കിനി വയ്യ. തൽക്കാലം അമ്മ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇവിടെ നിൽക്ക്. നല്ല വലിപ്പവും നല്ല കനമുണ്ട്. എന്താ ചക്രോ? ഒന്നിനും ഒരു കുറവും വേണ്ടല്ലോ. എന്തൊക്കെയോ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല പൈസ കൊടുത്തിട്ടുണ്ടോ? ഇത് ഇതിന്റെ കൂടെ ഉള്ളത് ആർക്കറിയാം. അമ്മ ഇരുന്ന് നോക്കമേ, നല്ല രസമല്ലേ ഇരിക്കാൻ. ഇത് വാങ്ങണ സമയത്തെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കണ്ട വളരെ സന്തോഷമാവും. സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് രാവിലെ പേപ്പർ വായിച്ചിരിക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം നടു ഒടിഞ്ഞിട്ട് ഇവിടെ കിടക്കാൻ. ഞാനിതൊന്നും നോക്കിയതല്ലപ്പാ, ഇതൊന്നും ഞാൻ കാണാത്തതാ. ഇതൊക്കെ വിട്ടിട്ടേ പിള്ളേരെ കയ്യും കാലും തട്ടുമെന്ന് നോക്കിയത്. പിന്നെ ഇതെന്താ എവിടെ നോക്കിയാൽ ഈ റിമോട്ട്? ഇതെന്തിനാ സാധനം? അത് ഫാൻ്റെ റിമോട്ടമ്മേ. കുട്ടികളെടുത്തിട്ടേ അവിടെ ഇവിടേക്ക് ഇടുന്നതാ, വേണ്ട സമയം നോക്കി കാണൂല്ല. നിനക്ക് വാങ്ങാലോ, ജോലി ഉണ്ടല്ലോ. ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിയല്ലോ. പണ്ടേ ഇങ്ങനെ ഒരു കസേരയ്ക്കാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. ആരോടും പറഞ്ഞൊന്നുമില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് ജോലി ഉണ്ടോ? എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാലോ. പിന്നെ ഇവനൊക്കെ ജോലിയായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമായില്ലേ, നിങ്ങളുടെ കാര്യങ്ങള്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ആകട്ടെ, പൈസ ഉള്ളവരൊക്കെ വാങ്ങിയിട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ നിനക്കറിയോ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി ഉണ്ടാക്കിയത്. അപ്പൊ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട് അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം, അതിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിടണം. അമ്മ പറഞ്ഞ് എന്താ ഞാൻ അവിടെ ചെയ്തു തരാത്തത്? പിന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വേറെ കുറെ കാര്യങ്ങളായില്ലേ. പിന്നെ ഈ വീട് മോടി പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പറഞ്ഞുകൂടായിരുന്നു അന്ന് തന്നെ. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത്. എന്തായാലും ഞാനിപ്പോ ഇവിടെ ഇത് വാങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് ഇതിലിരുന്നാ പോരെ? അവിടെ തന്നെ വാങ്ങണമെന്നുണ്ടോ? തുടങ്ങി അവന്റെ പഴംപുരാണം പറയാൻ വേണ്ടിയിട്ട്. നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു, ഇല്ല ഞാൻ പറയുന്നില്ലത്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക്, അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര തന്നെ. അതിപ്പോ ഇതാ ഫാന് വേറെ റിമോട്ടില്. അവിടെ ഞാൻ 4-5 വാങ്ങിയിടാൻ പറഞ്ഞിട്ട് കൊറേ കാലമായി മേലെ. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് മേലെ അമ്മ ഉപയോഗിക്കുന്നുണ്ടോ? എന്നോട് അമ്മ പറഞ്ഞത് 5-6 മാസമായി മേലെ കയറിയിടുന്നു. പിന്നെ എന്തിനാ അവിടെ ഫാൻ വാങ്ങിയിടുന്നു? ഇല്ലാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നീ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു? അപ്പൊ അമ്മ പറഞ്ഞു എന്തെങ്കിലും ചെയ്തു തരണമെന്ന് തോന്നണ്ടേ? അമ്മ ഇനി മുതൽ ഇവിടെയല്ലേ താമസിക്കാൻ പോകുന്നത്? പിന്നെ എന്തിനാണ് വെറുതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ ഓരോന്ന് വാങ്ങിയിടാൻ നിൽക്കുന്നേ? എന്ന് വിചാരിച്ച് വീട് അങ്ങനെ ഇടണമെന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ വന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു അന്തസ്സല്ലേ? എന്തോ ആയിക്കോട്ടെ, നിന്റെ കയ്യില് പൈസ ഒന്നുമില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിക്കേണ്ട കാര്യം ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, നോക്കാം. എന്നിട്ട് എന്ത് പറഞ്ഞമ്മേ? ഇവിടെ കാണിക്കാനാ? ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. ഇവിടെ ഏട്ടന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ വാവേനെ അമ്മ നോക്കിക്കോളും. ഇല്ല, ഒരു കാര്യം ചെയ്തോ, അമ്മ ഇങ്ങോട്ടേക്ക് വാ. വാവ ഇങ്ങോട്ട്. എന്നിട്ട് നമുക്ക് രണ്ടാം കൂടിയിട്ടേ ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ ഡോക്ടർ എന്താ പറയാന്ന് നോക്കാം. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്തോ, ഹോസ്പിറ്റലിൽ നിന്നേ നമുക്ക് രണ്ടാം കൂടി ഇങ്ങോട്ട് തിരിച്ചറിയാം. ഇവിടെ നിന്നോ കുറച്ച് ദിവസം. നാളെയും പോണ്ട വന്നാലോ? എന്നാ അമ്മ വരാൻ നോക്കിക്കോ. എത്ര മണിക്കാ ഇറങ്ങാ? 10 മണിക്കാ? ഒന്ന് വിളിച്ചാ മതി. ശരി. ഫോണിൽ ആരാ? എന്തോ ഹോസ്പിറ്റലിന്റെ കാര്യമൊക്കെ പറയുന്നു. അമ്മ വിളിച്ചതാ. അമ്മയ്ക്ക് തീരെ വയ്യ, കൊറേ ആയി അവിടെ കാണിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ചെക്കപ്പ് ഒക്കെ ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഇവിടെ തന്നെ ഇനി കാണിക്കേണ്ടി വരുന്നാ തോന്നുന്നേ. അവിടെ കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ കുറവാ. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അല്ല, നിന്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഇവിടെ അവനാണോ നോക്കുന്നത്? അമ്മ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു പോകാന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കുള്ള കാര്യമാണ്, നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത്, അമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് നിന്നിട്ട് പോയിക്കോ, എന്തിനാ അത്ര റിസ്ക് എടുക്കണമെന്ന്. പിന്നെ ആരെങ്കിലും വേണ്ടേ കൂടെ നിൽക്കാനൊക്കെ?
പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കുന്ന, അല്ലാണ്ട് ഞങ്ങളല്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താലും വേണ്ടെന്നേ പറയും. ആ അല്ലേലും അതിൽ വലിയ തെറ്റൊന്നും ഇല്ല. പിന്നെ നിന്റെ വീട്ടുകാർക്കൊരു ഉപകാരം ആകണമെങ്കിൽ ആയിക്കോട്ടെ. അല്ലേലും ഇവൻ എന്തിനും റെഡിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇവന്റെ മനസ്സങ്കടാലി. പിന്നെ നിന്റെ കണ്ണീരും നിന്റെ വീട്ടുകാരെ വിഷമമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടോണ്ട് നിൽക്കുവോ? നമുക്ക് ഉപകാരം ഇല്ലെങ്കിലും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടായിക്കോട്ടെ. അമ്മയ്ക്ക് ഇന്നലെ ഉറക്കമൊക്കെ ശരിയായില്ലേ ഇവിടെ? അത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. സത്യം പറയാലോ, വരണ്ടയില്ലായിരുന്നു തോന്നുക, വരണ്ടയില്ലായിരുന്നു. വന്ന് കുടുങ്ങിപ്പോയി. ഇവിടെ കിടന്നിട്ട് എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാ ഞാൻ കിടന്ന് രാവിലെ എത്തിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് ആദ്യമായിട്ട് മാറി കിടക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളും അമ്മ, ഇത് ശീലമാകുമ്പോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ വേറെ വീട്ടിൽ പോയി നിൽക്കുന്നത്. എനിക്ക് എന്തോരം ബന്ധുക്കളുണ്ട്. എന്റെ മക്കളെ വീടുമില്ലേ, എവിടെയൊക്കെ പോയിട്ട് ഞാൻ 3, 4, 5 ദിവസം നിൽക്കാറുണ്ട്. ഇതിപ്പോ ഒരു രാത്രി. എന്റെ ദൈവമേ, എനിക്കറിയില്ല ഇതെന്താ സംഭവിക്കുന്നത്. എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല. അമ്മയ്ക്ക് ആ റൂമിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അതിലേക്ക് മാറാം. അമ്മ അപ്പുറത്തെ റൂമിൽ കിടന്നു. പിന്നെ റൂം മാറിയിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിന് സമാധാനം വേണം. എന്തായാലും നിന്റെ അമ്മയൊക്കെ വരുമല്ലേ, അമ്മയ്ക്ക് താമസിക്കാനും വേണ്ടേ? ഏറ്റവും നല്ല റൂം എടുത്ത് അമ്മയ്ക്ക് കൊടുക്ക്. ഞാനിവിടെ നിൽക്കുന്നുള്ള കാര്യമൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. അവർക്ക് ഇവിടെ നിൽക്കാനുള്ളതല്ലേ, അനുഭവിക്കാനും ഒരു യോഗമൊക്കെ വേണം. അവര് വന്ന് നിൽക്കട്ടെ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്ക്. അമ്മ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? അല്ല, എന്താ അവളമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറയുന്ന ഉള്ള തന്നെയാ? കൊറേയായി അവളുടെ അമ്മയ്ക്ക് അസുഖം തുടങ്ങിയിട്ട്. പിന്നെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആര് നോക്കും? നീ നോക്കുവോ? അത് ഞാനെന്തിനു നോക്കുന്നത്? അവളല്ലേ ഇവിടെ. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ പിന്നെ കാണിക്കന്നെ വേണ്ടേ? അതിനിപ്പോ എന്താണ്? നിന്റെ പൈസ പോകുന്ന വഴി ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നത്. അവളെ അമ്മേനെയും അച്ഛനെയും കുടുംബക്കാരെയും ഒക്കെ ചികിത്സിച്ചുകൊണ്ട് നീ നടന്നു. കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട. കുടുംബത്തിൽ എന്ത് കാര്യമാണ് ഞാൻ ഇതുവരെ നോക്കാണ്ടിരുന്നത്? വീട്ടിലെ ബാക്കി കാര്യങ്ങൾ മാത്രം ചെയ്തു തന്നുകൊണ്ടായോ? എല്ലാ മക്കളും അമ്മമാരെയും കൂടി ടൂറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എനിക്കോ നല്ല ആഗ്രഹമുണ്ട് നിന്റെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട മോനെ എന്നെ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടു പോകണ്ടെന്ന് പറയുന്നത്. ഇതിപ്പോ ഇവർക്ക് ഇങ്ങനെ ചികിത്സ നടക്കാനാണെങ്കിൽ നിനക്ക് എന്റെ കാര്യം നോക്കാൻ എവിടെ സമയം കിട്ടുക? അമ്മേന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നടന്നോട്ടെ. നാട്ടുകാരെ അമ്മേനെയും ഭാര്യയുടെ അമ്മേനെയും അവരെ അമ്മേനെയും ഇവരെയൊക്കെ നോക്കിക്കോ. എന്നിട്ട് അവരേത് നല്ല പേര് വാങ്ങിക്കും. അതന്നെ, ബാക്കിയുള്ളവർ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കാം. 2 മാസം മുമ്പേ ഒരു ലോങ് ട്രിപ്പ് പോകാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് പോയിട്ട് വരാന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, നിന്റെ ഭാര്യ സമ്മതിക്കില്ല കൊണ്ടുപോകാൻ. ഇതിനൊക്കെ ഞാൻ എന്താ മറുപടി ഇല്ല? പിന്നെ ഞാൻ എന്ത് പറയണം? നിന്റെ കൂടെ ഓടിച്ചാടി അങ്ങോട്ട് വരണോ നീ വിളിക്കുമ്പോഴത്തേക്കും? നിന്റെ നല്ല മനസ്സുകൊണ്ട് നീ വിളിക്കും, അമ്മ എന്റെ കൂടെ വാ, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. എല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ? പക്ഷെ നിന്റെ കൂടെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നിന്നാൽ എനിക്ക് ടൂറല്ല പിന്നെ ആസ്വദിക്കാൻ പറ്റുക. പിന്നെ എനിക്ക് വരണ്ടാ തോന്നിയ വരാണ്ടാന്ന് തീരുമാനിക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഞാൻ ആരുടെ അടിമയൊന്നും അല്ലല്ലോ നിന്നെ പോലെ. അമ്മ കുറച്ചു കാലമായല്ലോ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിന്നെ പോലെ അടിമയല്ല, ഞാൻ നിന്നെ പോലെ അടിമയല്ല. അമ്മ എന്താ ഉദ്ദേശിച്ചേ? ഉദ്ദേശം എന്ത്? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. നിനക്ക് എന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ നീയാണോ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്? അപ്പൊ എന്നെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യന്റെ അമ്മേന്റെയും ഒക്കെ സമ്മതം ചോദിക്കണ്ടേ? നീ ഇപ്പൊ ആ പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട്, അവരോട് സമ്മതം കൂടി ചോദിക്കും. എന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, 2 ദിവസം നിർത്തട്ടെ എന്ന്. എന്നിട്ട് എന്താ പറയണമെന്ന് നോക്ക്. അതിനനുസരിച്ചിട്ട് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ എനിക്ക് ടൂറ് പോകണം നല്ല ആഗ്രഹമുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമോ? ഇല്ല. അവരോട് ചോദിക്കണ്ടേ? അല്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? നടക്കട്ടെ. ഈ അമ്മ എന്താ ഇങ്ങനെ? എന്ത് ചെയ്തു കൊടുത്താലും എത്ര സ്നേഹിച്ചാലും ഒന്നും മനസ്സിലാവും. ചേച്ചി, ചേച്ചി, ചേച്ചി. വന്നോ? ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട് ചേച്ചി? അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ആളില്ലാത്തോണ്ടല്ലേ. ചേച്ചി ആ കീ എടുത്ത് തരാണെങ്കിൽ ഞാൻ കാറെടുത്ത് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. തരാം.
ഏട്ടൻ പോകുമ്പോൾ വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ അമ്മ റെഡി ആയിട്ട് നിൽക്കായിരിക്കും അല്ലേ? അമ്മായി അവിടെ മാറ്റി നിൽക്കുകയാണ്. പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലാണ്. ഞാനിപ്പോ ബൈക്ക് എടുത്താ വന്നത്. അമ്മായിക്ക് ഈ ബൈക്ക് ഇരുന്നിട്ട് അത്ര ശീലമില്ല. ഒന്നാമത് മഴയല്ലേ, അതുകൊണ്ടാണ് ഏട്ടന്റെ കാറ് വെച്ചത്. അയ്യോ അതിനെന്തായിരുന്നേ, സത്യം പറഞ്ഞാൽ ഞങ്ങള് കൂട്ടിക്കൊണ്ടുപോകേണ്ടതായിരുന്നു. രാവിലെ അമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിലേക്കെന്ന്. അപ്പോഴത്തേക്ക് ഏട്ടൻ എവിടെ ഇല്ലാത്ത തിരക്ക്, ഏട്ടൻ പെട്ടെന്ന് പോയി. പിന്നെ എനിക്കും പോകാനുണ്ട് കുറച്ച് കഴിഞ്ഞാല്. എന്തായാലും നിന്നെ വിളിച്ചതും കിട്ടിയല്ലോ, അതന്നെ വലിയ സമാധാനം. ഞാൻ കീ എടുത്തിട്ട് വരാം. ചായ എടുക്കട്ടെ നിനക്ക്? അയ്യോ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചോളൂ. ആ എന്നാ നീ ഇരിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ആരാ? എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ചേച്ചിന്റെ അമ്മായിന്റെ മോനാ. ഇരുന്നോ. നിങ്ങളൊക്കെ നല്ല വിളിക്കലും പറയലും ലോകിയൊക്കെ ഉണ്ടല്ലേ? ചേച്ചിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടേ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. ആ അത് കുഴപ്പമില്ല. ഇവിടെ ആവുമ്പോ എന്റെ മോനുണ്ടേ, അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടേക്ക് തന്നെ ആക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞതാ, അവർക്ക് അവരുടേതായ തിരക്കുണ്ടാവില്ലേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില്. പിന്നെ മക്കള് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാൻ അവനെ വഴക്ക് പറഞ്ഞതാ. അപ്പൊ അതാണ് മോനെ വിളിച്ചത്, അല്ലെങ്കിൽ അവൻ കൊണ്ടുപോകേണ്ടതായിരുന്നു. എന്തായാലും നന്നായി, നിങ്ങള് കുടുംബക്കാരൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഇവിടെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാല്. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തു പോയതായിരുന്നു. എന്റെ കാറ് വർക്ക്ഷോപ്പിലാണ്, അപ്പൊ ഏട്ടന്റെ കാറ് മേടിക്കാൻ വേണ്ടി വന്നതാ. ഓ അങ്ങനെ, മനസ്സിലായി. അവന് ആദ്യം ഒരു കാർ ഉണ്ടായിരുന്നു ചെറുത്, കല്യാണത്തിന് മുമ്പ്. കുറെ പേര് വരും ചോദിക്കാൻ, ഞാൻ ഒരാൾക്കും കൊടുക്കില്ല. അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുതലല്ലേ, അതിപ്പോ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് തട്ടുകയോ മുട്ടുകയോ ചെയ്താല് ചില്ലറ പെട്രോൾ മതിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാൻ? പോകുന്നവരൊന്നും അടിക്കൊന്നുമില്ലേ, ഒരാൾക്കും കൊടുക്കലില്ല. ഇത് പിന്നെ നിങ്ങള് ബന്ധുക്കള് ഒക്കെ ആയില്ലേ. ശരി എന്നാല് കൂട്ടിക്കൊണ്ടുപോ, മരുമോന്റെ കടമയല്ലേ അതൊക്കെ. അവള് കീ എടുക്കാൻ പോയിട്ടുണ്ട്, എന്നാ ഇരിക്കേ. ചായ എന്തെങ്കിലും കുടിക്കുന്നോ? വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചതാ. എന്നാ ഇരിക്കട്ടോ. വരാം. അരുണിത കീ. ഇതുകൊണ്ടല്ല എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റാൻ. ശരി ചേച്ചി. ഇതെന്താ നീ തുണിയൊക്കെ ഉണങ്ങാൻ ഇടുന്നെ? അവളെവിടെ? ആ ആരുണങ്ങാനായിട്ട് ബന്ധമേ, ഉണങ്ങി കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അവള് താഴെ എവിടെയെങ്കിലും കാണും. ആ അത് നല്ലത് തന്നെ മോനെ. രാവിലെ നീ ജോലിക്ക് പോകുമ്പോഴും കണ്ടല്ലോ എന്തൊക്കെയോ അടുക്കളയിൽ സഹായിച്ചു കൊടുക്കുന്നത്. എന്തു സുഖാല്ലേ ഇന്നത്തെ ഓരോ പെണ്ണുങ്ങൾക്ക്. നിന്നെ പോലെ ഓരോ ഭർത്താക്കന്മാരെ കിട്ടിയാൽ മതി. വീട്ടിലെ പണിയും എടുത്തു കൊടുക്കും, ജോലിക്കും പോവും, സമ്പാദിച്ചും പൈസയും കയ്യിൽ കൊണ്ടു കൊടുക്കും, കുടുംബക്കാരെയും നോക്കും. ആ കഷ്ടപ്പെട്ട് വളർത്തിയ നമുക്ക് ഒരു ഉപകാരവും ഇല്ല. അത് പോട്ടെ, എന്നെ എപ്പോഴാ കൊണ്ടുവിടുന്നത് അത് പറ. കൊണ്ടുവിടാനോ? എങ്ങോട്ട് കൊണ്ടുവിടാൻ? എങ്ങോട്ടെന്നോ? എനിക്ക് തിരിച്ചു പോണ്ടേ, എന്നെ കൊണ്ടുവിടാൻ നോക്ക്. എന്താ അമ്മയ്ക്ക് ഇത്രയും തിടുക്കം തിരിച്ചു പോവാൻ? ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ, തൽക്കാലം ഇവിടെ നിൽക്ക്. 2-3 മാസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കാലാവസ്ഥ ഒന്നും അത്രയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പുറത്തുള്ള കാലാവസ്ഥയ്ക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല, ഒക്കെ റെഡിയാവും. പക്ഷെ വീട്ടിനുള്ളിലുള്ള കാലാവസ്ഥയ്ക്കല്ലേ മാറ്റം. എനിക്ക് എന്തായാലും ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നു. എനിക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, നീ കൊണ്ടുവിടാൻ നോക്ക്. എന്താണ് അമ്മേന്റെ പ്രശ്നം? അതൊന്ന് കറക്റ്റായിട്ട് പറയേ, എന്നാലേ മനുഷ്യൻ മനസ്സിലാവുള്ളൂ. പ്രശ്നം എനിക്കല്ലാലോ, പ്രശ്നം ഈ കുടുംബത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം നന്നാകണം, എന്നാലേ മനുഷ്യൻ ഇവിടെ നിൽക്കാൻ തോന്നുക. എന്തോ ഒരു കഷ്ടകാലത്തിന് ഞാൻ ഇങ്ങോട്ട് വന്ന് പെട്ടതാ. എന്റെ വാക്കും കേട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ. അവളെ മുഖം കൊണ്ട് ഇത്രയും കനപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിന് ഭയങ്കര പേടിയുണ്ട്. അവളെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. എനിക്കില്ല നിങ്ങളുടെ സമാധാനം ഒന്നും കളയണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. ഉള്ള പൈസ മുഴുവൻ ഇങ്ങനെ ചോർന്ന് പോകുമ്പോഴേ അന്നേരം നിനക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നീ ഒരുപാട് മാറി.
കല്യാണത്തിന് മുമ്പ് കുടുംബം നോക്കിയതാ. കല്യാണത്തിന് ശേഷം ഈ പെണ്ണ് ഒരുത്തി വന്ന് കേറി അന്ന് മുതൽ എന്റെ മോൻ കുടുംബം നോക്കുന്നില്ല. അതെനിക്ക് എവിടെ വേണമെങ്കിലും പറയാം. നീ ഒരു കാര്യം ചെയ്യോ, അത്രയും വലിയ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക്, നീ നേരത്തെ പറഞ്ഞില്ലേ ടൂർ വിളിച്ചപ്പോ ഞാൻ വരുന്നില്ല, ഇന്ന് തന്നെ നീ ടൂർ കൊണ്ടുപോകും. ടൂറായിട്ട് വേണ്ട, എനിക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ട്, നീ കൊണ്ടുപോകോ? എന്ത് പൊട്ടത്തരമേ പറയുന്നത്? ഇപ്പൊ തന്നെ ടൂർ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യ? അതാ പറഞ്ഞ് നിനക്ക് പറ്റില്ല. നിന്റെ കാറ് ആ ചെക്കൻ കൊണ്ടുപോയിരിക്കല്ലേ നിന്റെ അമ്മായിയമ്മനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് ഒരുപാട് ബന്ധനങ്ങളും കഷ്ടപ്പാടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്റെ കാര്യമൊന്നും നോക്കാൻ സമയം കിട്ടില്ല. കിട്ടിയാൽ തന്നെ അവറ്റകള് സമ്മതിക്കില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ പറയേ, ഞാൻ രാജേഷിനെ വിളിക്കാം. നിന്റെ അളിയനെ പറന്നെത്തും. എന്റെ ഒരു വിളി കിട്ടിയാൽ മതി. സ്വന്തം മകന് സ്നേഹമില്ലാത്തുള്ളൂ, മോളെ ഭർത്താവിന് നല്ല സ്നേഹം തന്നെ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെ ഒരു സാധനം. ഇനിയിപ്പൊ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബ. ചിലരൊക്കെ വന്നു കയറുമ്പോ അങ്ങനെയാ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നിക്ക, നീ വാ. ഏട്ടാ, ഞാൻ കാരണമാണോ അമ്മയോട് നിൽക്കാത്ത? അമ്മ പോകുന്നത് നീ കാരണം നല്ലടോ, അമ്മ കാരണം തന്നെ അമ്മ പോകുന്നത്. അമ്മയ്ക്ക് മോന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ മുള്ളിൽ നിൽക്കുന്ന പോലെ തോന്നുന്നത്. അപ്പൊ അവിടെ ആകുമ്പോ ആ പ്രശ്നമില്ല, ഞാനില്ല അവിടെ. വേറെ ഇപ്പൊ എന്ത് ചെയ്യാനോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ പോയിക്കോട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നുകയാണ് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ അന്ന് കൂട്ടിക്കൊണ്ടുവരാം. വേറെ നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിൽ.